അപ്പോൾ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനും എൻ്റെ മെർലിനും കൂടെയാണ്. ആ പാസ്ത വീഡിയോ ഇറങ്ങിയതോടുകൂടി അനാവശ്യമായ കുറച്ച് സോഫ്റ്റ് കോർണർ എൻ്റെ കുട്ടി പിടിച്ച് പറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ മെർലിൻ്റെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി യു ആർ ഗ്രേറ്റ് എന്ന് പറയും. അത്രയ്ക്കൊക്കെ വേണം. പൊട്ടിച്ച് ദുഷ്ടത്തി. അത് കയ്യിലിരിപ്പതൊന്നും അല്ല. ഒരു 10 ദിവസം ഞാൻ 24 മണിക്കൂർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അന്ന് ഈ ആരാധക ശൃംഖങ്ങളൊക്കെ തിരിയും. ഇതൊക്കെ മറ്റേ വിക്ടിം കാർഡാണേ. അങ്ങ് ഭയങ്കര പാവം. എന്തിനാ ചോദിക്കുന്നേ? ഞാൻ ചെയ്തോണ്ടിരിക്കുക. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ മാഗിയും ലേസും കുർക്കുറയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടൊരു ഐറ്റം ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് കിടന്ന് ഇൻസ്റ്റാ റീൽസിലൊക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനും എൻ്റെ മെർലിനും കൂടെയാണ്. ആ പാസ്ത വീഡിയോ ഇറങ്ങിയതോടുകൂടി അനാവശ്യമായ കുറച്ച് സോഫ്റ്റ് കോർണർ എൻ്റെ കുട്ടി പിടിച്ച് പറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് പിടിച്ച് പറ്റിയിട്ടുണ്ട്. ഭയങ്കര പാവമാണ്, എന്തിനാണ് വഴക്ക് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആരാധക ശൃംഖങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മെർലിൻ്റെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി യു ആർ ഗ്രേറ്റ് എന്ന് പറയും. അത്രയ്ക്കൊക്കെ വേണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് മാഗി വേണം. അതിന് മാഗി എടുത്തിട്ട് ഇത് ഞാൻ നമ്മുടെ 15 രൂപയുടെ കുഞ്ഞി പാക്കറ്റില്ല അതെടുത്തേക്കുന്നത്. ഇത് പണ്ട് 10 രൂപയായിരുന്നു. എനിക്ക് അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ കുഞ്ഞായിട്ടിരുന്ന സമയത്ത് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന റൈറ്റാണ് മാഗി. പിന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു, കഴിക്കരുത് കേടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിപ്പില്ല, അധികം നിർത്തി. പിന്നെ ഇപ്പം മാഗി കഴിക്കാറ് വീട്ടിലൊന്നും കഴിക്കാനില്ലാതാകുമ്പോൾ അവസാനം മറ്റ പ്രയോഗം എന്ന് വെച്ചിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ കഴിക്കാറ്. പക്ഷേ ആ വീഡിയോ കണ്ട സമയം മുതൽ എൻ്റെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. എനിക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പാൻ എടുത്ത് ഈ മാഗി നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ അങ്ങനെ പാൻ വെച്ചു. ഗ്യാസിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഈ മാഗി കൊണ്ട് ഈ സെയിം സാധനം വേറൊരെണ്ണം ഞാൻ ചെയ്യും കേട്ടോ. പക്ഷെ അത് ഇങ്ങനെയല്ല, ഇത്രയും സാധനങ്ങളതിൽ ഇൻക്ലൂഡഡ് ആവില്ല. ഇതിൻ്റെ ഒരു മിനി വേർഷൻ ഞാൻ പണ്ട് സ്ഥിരം ചെയ്ത് കഴിക്കുമായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി എനിക്ക്. അതിങ്ങനെയാണ്. ഇതെന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ ഓർത്തത്. മാഗി പൊടിഞ്ഞു. ഇത് തികയോ? മാഗി ചെറുതായിപ്പോയോ? ഇല്ല അല്ലേ. ബുദ്ധിപൂർവം ഒരഭിപ്രായങ്ങളും പറയാതെ മിണ്ടാതെ ഉരിയാടാതെ സൈഡിൽ കൂടിയേക്കുവാണ്. എങ്ങനെ മനസ്സിലായി? എണ്ണ ഒഴിക്കണോ? വേണ്ട വേണ്ട. ഇത്രയും മതി. എല്ലാം ഇട്ട് വരുമ്പോൾ കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു പോകും കൈ. അതുകൊണ്ട് നമുക്ക് കൈ എടുക്കാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ആ നേരം കൊണ്ട് കുർക്കുറെ ലേസ് ഞാൻ തിന്നു തീർക്കാമെന്ന്. അങ്ങനെയല്ല, നമുക്ക് ഉള്ളി ചോപ്പ് ചെയ്യാം. അപ്പം മെർലിന് ഞാനിത് ഇളക്കാൻ വേണ്ടി കിരീടം ഹാൻഡ് ഓവർ ചെയ്യാം. പൊട്ടിച്ച് ദുഷ്ടത്തി. അത് പൊട്ടിക്കല്ലേ, കാറ്റുകയറി തണുത്തു. ലാസ്റ്റ് എടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഞാൻ ആ നേരം കൊണ്ട് ഉള്ളി ചോപ്പ് ചെയ്യാവേ. ഞാൻ ഉള്ളി ചോപ്പ് ചെയ്യാനായിട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ടേ, കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ലിങ്കും സാധനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇത് അതിൻ്റെ ബ്ലേഡ്, ഇതതിൻ്റെ പാത്രം. നമ്മൾ ഈ ബ്ലേഡ് ആ പാത്രത്തിലോട്ട് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഉള്ളി ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരും. ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന്. കത്തി എന്തിയെ? ആൾക്കാർ കമൻറ്റ് ചെയ്യേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിൽ നിന്ന് കൈയിട്ട് തിന്നു എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കേണ്ടി വരും. എനിക്ക് അപമാനം ഉണ്ടാക്കരുത്. നമ്മൾ ക്യാമറ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ റോൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോവും. ഓ, തലോടിക്കൊണ്ട് നിൽക്കുന്നു. കയ്യിലിരിപ്പതൊന്നും അല്ല. ഒരു 10 ദിവസം ഞാൻ 24 മണിക്കൂർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം.
അന്ന് ഈ ആരാധക ശൃംഖങ്ങളൊക്കെ തിരിയും. ഞാൻ എന്താ ഈ ഉള്ളി ഇവിടെ നിന്ന് കുനിഞ്ഞെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. ആക്ച്വലി ഡസ്റ്റ്ബിന്നിൽ തന്നെ അത് ഉള്ളിത്തോല് പൊളിച്ചിടുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിന് ഇരട്ടി പണിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡസ്റ്റ്ബിന്നിലേക്ക് ഡയറക്റ്റായിട്ട് ഉള്ളിത്തോല് പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വരാതെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ചോപ്പർ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഇതാ കണ്ടോ, നമ്മൾ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇത് 4 പീസസ് ആക്കി 4 or 2 ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ചോപ്പായി കിട്ടും. ഞാൻ യൂഷ്വലി 4 പീസാക്കി ഇട്ട് കൊടുക്കാറുണ്ട് എൻ്റെ ചോപ്പറിന് അധികം പണിയെടുപ്പിക്കാതിരിക്കും. ഇതിപ്പോൾ കുഞ്ഞു സവോള അതിൻ്റെ കുഴപ്പമില്ല, വലുതൊക്കെ ആണെങ്കിൽ 4 മുറിച്ചിട്ടാൽ നന്നായിട്ട് ചോപ്പായി വരുവേ. അതാ കണ്ട, ഇതിലേക്ക് ഇട്ടു, നമ്മൾ അടപ്പിട്ട് മൂടി. ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട്, ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടും. എളുപ്പ പണിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, സവോള നമ്മൾ കറികൾക്ക് ഇടുമ്പോഴേ നമ്മൾ നീളത്തിന് സ്ലൈസ് ചെയ്തിടുന്നതിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് വരുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തിടുമ്പോഴാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് എല്ലാ കറികൾക്കും എസ്തെറ്റിക് ലുക്ക് നോക്കാറില്ല, പണിലാഭവും രുചിലാഭവും കൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാവേ. ആക്ച്വലി ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. ഇതിനകത്ത് ഉള്ളിയും ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബീട്രൂട്ടൊക്കെ ഞാൻ ഇതിലാണ് ചോപ്പ് ചെയ്യുന്നത്. ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എന്താ കളർ മാറാത്ത? അങ്ങനെ നമ്മൾ മാറിക്ക് ഇങ്ങനെ ആക്കിയത് ആവത്തില്ല. അതെ, തീർച്ചയായും. ഇത് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സവോള ചോപ്പ് ചെയ്തെടുത്തു. ഞാൻ ആകപ്പാടെ ഏൽപ്പിച്ചൊരു പണി ഇതൊന്ന് വറുത്ത് കോരി തരാനായിരുന്നു. അപ്പോൾ ആളിങ്ങനെ എന്താ മറ്റേ അയ്യോ മറ്റേ ആ ഫേമസ് ആയിട്ടുള്ള ആ ചിക്കൻ കറിയുടെ റീലില്ലേ, ചിക്കൻ ഇട്ടിട്ട് അതുപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇതാ കണ്ടോ, കളർ മാറി തുടങ്ങിയതുണ്ടോ? ഇതുപോലെ അങ്ങോട്ട് വറക്കണം, അപ്പോഴേ ഇതിൻ്റെ കളർ മാറുള്ളൂ. ഇത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിന്നാൽ ഇത് പെട്ടെന്ന് പൊരിഞ്ഞു വരത്തില്ല. ഇത് നന്നായിട്ട് കൈ മാറ്റാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില ചോപ്പ് ചെയ്യാനായിട്ട് ഞാൻ മെർലിനെ ഏൽപ്പിക്കുന്നു. ഇത് ഫുള്ളും വേണ്ട, ഒരു ഇത്ര എടുത്താൽ മതി. മറ്റേത് ഫ്രിഡ്ജിലും വെച്ചോ. ടൊമാറ്റോ കൂടെ ചോപ്പ് ചെയ്യാനായിട്ട് ഞാൻ മെർലിനെ ഏൽപ്പിക്കുന്നു. ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണേ. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യേണ്ട, വെള്ളം ഇറങ്ങും, അതൊന്ന് ജ്യൂസ് പോലെ ആയിപ്പോ. നമ്മൾ ഇതിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാൻ ടൊമാറ്റോ പറ്റത്തില്ല, കാര്യം അതിൽ നിന്ന് വെള്ളം ഇറങ്ങുവേ. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ കഴിഞ്ഞ് വല്ലാതെ ആയിപ്പോ. അതുകൊണ്ട് നമുക്കത് മാത്രം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര ചൂടല്ലേ ഇവിടെ. മല്ലിയില എന്തുവായി? കഴിഞ്ഞോ? ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യാവേ. നമ്മുടെ പാസ്ത വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ചെയ്തതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാസ്ത ഒന്നും കഴുകാൻ പാടില്ല. എനിക്ക് പാസ്ത കഴുകാൻ പാടില്ല എന്ന് അറിയായിരുന്നു, പക്ഷേ അന്ന് ഞാൻ എന്തുകൊണ്ട് അത് കഴുകി ഉപയോഗിച്ചെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാനെന്തോ കിളിപോയി ചെയ്തതാണെന്ന് തോന്നുന്നു. അതുപോലെ അത് കണ്ടിട്ട് എനിക്ക് ഒരു ഷെഫ് മെസ്സേജ് അയച്ചിരുന്നു, കറക്റ്റ് പ്രോപ്പർ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ടൊമാറ്റോ എന്തായി? ഇതൊക്കെ മറ്റേ വിക്ടിം കാർഡാണേ. അങ്ങ് ഭയങ്കര പാവം പോലെ എന്തിനാ ചോദിക്കുന്നേ? ഞാൻ ചെയ്തോണ്ടിരിക്കുക. എന്നെ മറ്റേ ക്രൂര കഥാപാത്രം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട്. ഇനിയൊരു എനിക്കൊന്നൊരു 1-2 മിനിറ്റും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും, കറക്റ്റായി വരും. ഭയങ്കര ചൂടല്ലേ എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പണ്ട് 3rd ഫ്ലോറിലായിരുന്ന സമയത്ത് ഇത്രയും ചൂടുണ്ടായിരുന്നില്ല. പക്ഷെ 14ലേക്ക് വന്നപ്പോൾ ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഈ ജനൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അടച്ചിട്ടേക്ക്. ആക്ച്വലി അവിടെ നിന്ന് നല്ല കാറ്റ് കയറും, അവിടുത്തെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നൊക്കെ കാറ്റ് കയറും. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ പുറത്ത് വെയിലായിട്ട് ബ്ലീച്ച് അടിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം കെട്ടിപ്പൂട്ടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മാഗി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൈപ്പിടി എന്തെന്നില്ലാതെ ഇന്ന് ഭയങ്കര ചൂട്. വീണോ? ഫുള്ളും വീണു. നമ്മൾ മാഗി ഇതിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ലേസ് ഇട്ട് കൊടുക്കാം. ലേസ് എന്തായാലും ഞാൻ ഫുൾ പാക്കറ്റ് എടുക്കുന്നില്ല, ഭയങ്കര കലോറിയാണ്.
വെറുതെ അമ്മേ. ലേസ് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഒരു ഇച്ചിരി ലേസും കൂടെ എടുത്തു, അത് നമുക്ക് കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി കുർക്കുറെ, മോളെ ഈ കുർക്കുറെ ഒന്ന് പൊട്ടിച്ചേടാ, ആ കത്രിക എടുത്തിട്ട്. അത് ഞാൻ വലിച്ചു കീറി പൊട്ടിച്ചായിരുന്നു, നീ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതുകൊണ്ട്. കുർക്കുറെ നമുക്ക് ഗണപതി എടുത്തോ. കുർക്കുറെ ഒന്ന് കൈകൊണ്ട്, കുർക്കുറെ ഒന്ന് കൈകൊണ്ട് നമുക്ക് പൊടിച്ചിടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നീളത്തിന് കിടക്കത്തില്ല അത് മാത്രം. ടൊമാറ്റോ റെഡി ആയാടാ? ആ ടൊമാറ്റോ കൊണ്ട് തന്നെ കുർക്കുറെ ഒരു ഇച്ചിരി കൂടെ എടുത്തു. അതും പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള മതി. ഇത്ര സവോള ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഒരു പിടി സവോള ഇട്ടു. മോനെ ആ ടൊമാറ്റോ എടുത്തന്നെ. ഈ നേരത്തെ ഫ്രീസറിനകത്ത് വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ടൊമാറ്റോ എടുത്തു. ടൊമാറ്റോയുടെ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാവേ. ടൊമാറ്റോ ഇട്ടു. മെർലിന് ഈ മാഗി മസാല പൊട്ടിച്ചതിലിടോ. പിന്നെ നമ്മുടെ മാഗിയുടെ പാക്കറ്റിനുള്ളിൽ വരുന്ന മാഗി മസാല ഇല്ലേ, അതിടാം. കെച്ചപ്പ് ഒഴിക്കണം. ഇത് സ്വീറ്റ് മാത്രമല്ല, സ്വീറ്റ് ആൻഡ് ചില്ലി കെച്ചപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു. ഇനി മാഗി മസാല ഫുൾ ഇട്ടോ. ഇനി നമുക്ക് ലാസ്റ്റുള്ള ഈ മല്ലിച്ചപ്പും കൂടെ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ എസ്തെറ്റിക് ലുക്കെല്ലാം മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഞാൻ കണ്ട റീലിലൊക്കെ ഇതുപോലെ കൈ കൊണ്ട് തിരുമ്മി അവർ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോറ് കഴിക്കുന്ന പോലെ കഴിക്കുന്നത്. നാരങ്ങ എടുക്കോ? അയ്യോ, നാരങ്ങ നീര് പറയാൻ മറന്നുപോയി. ലാസ്റ്റ് ഇതിൽ ഒച്ചിരി നാരങ്ങ നീരും കൂടെ വേറെ ഏതൊരു റീലിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി, ഇത് ഇങ്ങനെ വരുവേ. എൻ്റെ കൺട്രോളിൽ നിൽക്കാണ്. പെട്ടെന്ന് നാരങ്ങ നീര് കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ അതിനു മുന്നേ ഞാനത് തിന്നും. ഇനി സ്ലോ മോഷൻ ആയിരിക്കുവേ. ഞാനിവിടെ വെയിറ്റിംഗ് ആണെന്നറിയാം. അതുകൊണ്ട് നോക്ക്, ജീവിതത്തിൽ ആദ്യമായിട്ട് നാരങ്ങ എടുക്കുന്നതിൻ്റെ കൂട്ട്. ഇച്ചിരി ജ്യൂസ് മതിയേ. പെട്ടെന്ന് കഴിക്കണല്ലേ, കുറച്ച് മതിയേ. ഒരു ലോഡ് നാരങ്ങ ഇരിപ്പുണ്ട്. എന്നിട്ട് അറിയുന്നു ഏറ്റവും പിഞ്ച് നോക്കി എടുത്തോണ്ട് വന്നേക്കുന്നു. മതി. ആ കുരു ഒന്ന് കളഞ്ഞോട്ടെ. ഓക്കെ, നാരങ്ങ നീരൊഴിച്ചു. ഞാനിനി കഴിക്കാൻ പോവാണ്. വായിൽ വെള്ളം ഊറി ഞാനും മെർലിനും കൂടെ കഴിക്കാൻ പോവാണേ. ഇതിലേക്ക് എടുത്തോ, കഴിക്കാം. ഞാൻ ലേസ് മാറ്റി വയ്ക്കില്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഓക്കെ ഗായ്സ്, ഞാൻ ദേ ഒരു വായ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ അഖിലിന് വെച്ചിട്ട് കൊടുത്തോട്ടെ. സ്പൂൺ എവിടെ? അഖില കഴിച്ചോക്കടാ. ഇതൊന്നും കഴിക്കാത്തതാണ് എൻ്റെ അഖില്. പക്ഷെ അവൻ വരെ കഴിച്ചിട്ട് എന്നെ നോക്കി ഇങ്ങനെ ഒരു സാധനം കാണിച്ചു. ഞാൻ അതിൽ വീണുപോയി. അവിടെ പോയി കാണാം, ഒരു രക്ഷയില്ല. ഇത്രയും കഴിച്ചിട്ട് ക്യാമറ പിടിച്ചിരിക്കുന്ന എൻ്റെ അഖില് വരെ എങ്ങനെ കാണിച്ചു. ഞാൻ എല്ലാം കഴിഞ്ഞിട്ടല്ലേ പറയാറ്. ഇതൊരു സീരിയലല്ല, ഇതൊരു ബ്ലോഗാണ്. 20 മിനിറ്റേ ഉള്ളൂ. അത്രേ ഉള്ളു അല്ലേ? അടിപൊളി ഐറ്റമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ഒന്നും കഴിക്കാനോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ കഴിക്കാനൊന്നും പറ്റിയ ഐറ്റം അല്ല. കാര്യം അത്രയ്ക്ക് ഹെൽത്തി ഒന്നും അല്ല. നല്ല കലോറിയുള്ള കുറച്ചെല്ലാം ജങ്ക് ഐറ്റംസ് ആണ്. പക്ഷേ മാസത്തിലൊന്നൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാകുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി സാധനം. നല്ല എരിവും പുളിയും. ഇതിന് ടേസ്റ്റ് കൂടാനായിട്ട് എന്ത് ചേർക്കണം എന്നറിയാവോ? ഞാനത് മനസ്സിൽ വിചാരിച്ചു, പക്ഷേ ആഡ് ചെയ്യാൻ പറഞ്ഞേ. നമ്മൾ നല്ല സോഫ്റ്റ് ഈന്തപ്പഴം ഇല്ലേ, ആ ഈന്തപ്പഴം കുറച്ചെടുത്ത്
അതിലൊരു ഇച്ചിരി വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും ആഡ് ചെയ്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ട് തിരുമ്മി ആ ഒരു നീരും കൂടി ഇതിൽ ഒഴിക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. അത് നമ്മൾ പറഞ്ഞതായിരുന്നല്ലേ ഇതിൽ ഒഴിക്കണം എന്ന്, പക്ഷെ നമ്മൾ ഒഴിച്ചില്ല. ഓക്കെ ബൈ ഗൈസ്, ഞാനിത് തിന്ന് തീർത്തോട്ടെ. ടാറ്റാ.